Welcome to bioglobe. If you like this channel, please share and subscribe. Today we are going to discuss about food as a substrate for microorganisms. Myself Mohammad Jazil, Assistant Professor, Department of Microbiology, Marcus Arts and Science College, Adavanad. A food as a substrate for microorganisms. The nutritional requirements of various microorganisms may differ appreciably, but all of them require carbon, nitrogen, and phosphorus sources as well as other minerals and frequently vitamins. അപ്പോൾ മൈക്രോ ഓർഗാനിസത്തിന് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട സംഭവമാണ് ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് എന്നുള്ളത്. അപ്പോൾ അത് വ്യത്യസ്ത മൈക്രോ ഓർഗാനിസത്തിന് വ്യത്യസ്ത ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് ആയിരിക്കും സാധാരണയായിട്ട് ഉണ്ടായിരിക്കുക. പക്ഷേ എല്ലാ ആളുകൾക്കും എന്ത് വേണം? കാർബൺ, നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് വേണം. അതുപോലെ തന്നെ മിനറൽസ്, ഫ്രീക്വൻ്റ്ലി വൈറ്റമിൻസ്. The sources of nitrogen like ammonia, ammonium salt and nitrates and phosphorus are well known. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ സോഴ്സ് അതുപോലെ തന്നെ ഫോസ്ഫറസ് സോഴ്സാണ്. These as well as sources for other minerals such as calcium, magnesium, potassium and trace elements are infrequently mentioned in literature. അപ്പോൾ പിന്നെ കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം അതുപോലെ തന്നെ ട്രേസ് എലമെൻറ്റ്സ് ഒക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സോ ദ കാർബൺ സോഴ്സ് ഈസ് മോർ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എക്കണോമിക് ഫീസിബിലിറ്റി ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ. അതിൽ കാർബൺ സോഴ്സ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. എന്തിന്? ബയോമാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സാണ് കാർബൺ സോഴ്സ് എന്ന് പറഞ്ഞത്. In some instances, vitamins such as biotin, thiamine or others have to be supplied to the growth medium. ചില കേസിൽ നമ്മൾ ബാക്ടീരിയൽ ഗ്രോത്ത് മീഡിയത്തിലോട്ട് എന്ത് അപ്ലൈ ചെയ്യാറുണ്ട്? വൈറ്റമിൻസ് ആയിട്ടുള്ള ബയോട്ടിൻ, തയമീൻ പോലുള്ള വൈറ്റമിൻസ് നമ്മൾ ഗ്രോത്ത് ഫാക്ടറായിട്ട് മീഡിയയിലോട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. ദെൻ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ. The first factor is hydrogen ion concentration, or the first substrate is hydrogen ion concentration, that is pH. The pH or hydrogen ion concentration of natural environments varies from 0.5 in most acidic soils to about 10.5 in most alkaline lakes. അപ്പോൾ പി എച്ച് അല്ലെങ്കിൽ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷനിൽ ഓരോ എൻവറോൺമെൻറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. 0.5 ആയിരിക്കും മോസ്റ്റ് അസിഡിക് സോയിൽസിൽ, അതുപോലെ തന്നെ ആൽക്കലിൻ ലേക്സിലാണെങ്കിൽ 10.5 ആയിരിക്കും. Since pH is measured on logarithmic scale of natural environments varies over a billion fold. അപ്പോൾ പിന്നെ ലോഗരിതമിക് സ്കെയിലാണ് നമ്മൾ പി എച്ച് മെഷർ ചെയ്യണത്. പക്ഷെ ഓരോ എൻവിറോൺമെൻറ്റിലും ഒരുപാട് മാറ്റങ്ങൾ പി എച്ചിൽ ഉണ്ടായിരിക്കും. ദ മൈക്രോ ഓർഗാനിസംസ് ആർ ലിവിങ് അറ്റ് ദ എക്സ്ട്രീംസ് ആസ് വെൽ ആസ് എവരി പോയിന്റ് ബിറ്റ്വീൻ ദ എക്സ്ട്രീംസ്. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് എവിടെയൊക്കെയാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്ത എൻവിറോൺമെൻറ്റിൽ ജീവിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്ത പി എച്ച് ആയിരിക്കും ഉണ്ടായിരിക്കുക. The range of pH over which an organism grows is defined by 3 cardinal points. ഒരു ഓർഗാനിസത്തിന് ജീവിക്കാൻ പറ്റുന്ന പി എച്ചിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ 3 കാർഡിനൽ പോയിന്റിലാണ് പറയുന്നത്. അതായത് മിനിമം പി എച്ച്, അതുപോലെ തന്നെ ബിലോ പി എച്ച്, അതുപോലെ തന്നെ മാക്സിമം പി എച്ച്. അപ്പോൾ മിനിമം, അതുപോലെ തന്നെ മാക്സിമം പി എച്ച്, അതുപോലെ തന്നെ ഒപ്റ്റിമം പി എച്ച്. അപ്പോൾ ഒപ്റ്റിമം പി എച്ച് ഉണ്ടായിരിക്കും. ആ ഒപ്റ്റിമം പി എച്ചിൻ്റെ താഴെയാണെങ്കിൽ നമ്മൾ ബിലോ പി എച്ച് എന്ന് പറയും. ആ ഒപ്റ്റിമം പി എച്ചിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എബോവ് പി എച്ച് എന്ന് പറയും. സോ ദ മിനിമം പി എച്ച്, ദാറ്റ് ഈസ് പി എച്ച് ബിലോ ദ ഓർഗാനിസം കനോട്ട് ഗ്രോ, ആൻഡ് ദ മാക്സിമം പി എച്ച് ദ എബോവ് വിച്ച് ഓർഗാനിസം കനോട്ട് ഗ്രോ. അപ്പോൾ പി എച്ച് ബിലോ ആണെങ്കിലും പി എച്ച് എബോവ് ആണെങ്കിലും ഓർഗാനിസം വളരാത്തതുണ്ട്. അതുപോലെ തന്നെ ആൻഡ് ദ ഒപ്റ്റിമം പി എച്ച് ദ വിച്ച് ഓർഗാനിസംസ് ഗ്രോസ് ദ ബെസ്റ്റ്. ഇനി ഓർഗാനിസം നല്ല വളരുന്ന ഒരു പി എച്ചിൻ്റെതാണ് ഒപ്റ്റിമം പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. The microorganisms which grow at an optimum pH well below neutrality are called acidophiles. ഓർഗാനിസംസ് എന്ത് ചെയ്യാണ്? ഒപ്റ്റിമം പി എച്ചിൽ വളരെയാണ്. വെൽ ബിലോ ദ ന്യൂട്രാലിറ്റി. ന്യൂട്രൽ പി എച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 7.0 ആണ്. അപ്പോൾ 7.0-നെക്കാട്ടിയും താഴെ പി എച്ചിൽ വളരുന്ന ആൾക്കാർ നമ്മൾ എന്ത് പറയുന്നു? ആസിഡോഫൈൽസ് എന്ന് പറയുന്നു. Those which grow best at neutral pH are called neutrophils. ഇനി ന്യൂട്രൽ പി എച്ചിൽ വളരുന്ന ആളുകൾ നമ്മൾ എന്ത് പറയും? ന്യൂട്രോഫൈൽസ് എന്ന് പറയും. ദോസ് ദാറ്റ് ഗ്രോ ബെസ്റ്റ് അണ്ടർ ആൽക്കലിൻ കണ്ടീഷൻസ് ആർ കോൾഡ് ആൽക്കലോഫൈൽസ്. ആൽക്കലിൻ കണ്ടീഷനിൽ വളരുന്ന ഓർഗാനിസംസിന് നമ്മൾ എന്ത് പറയുന്നു? ആൽക്കലോഫൈൽസ് എന്ന്
In general, the bacteria grow faster in the pH of 6.0 to 8.0, yeast that is 4.5 to 6.5. അപ്പോൾ ബാക്ടീരിയ പിന്നെ 6.0 to 8.0ലാണ് ഫാസ്റ്റായിട്ട് വളരുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റ് 4.5 to 6.5 pHലാണ് വളരുന്നത്. അതുപോലെ തന്നെ ഫിലമെൻറ്റസ് ഫംഗൈ ആണെങ്കിൽ 3.5 to 6.8 ആണ് അതിൻ്റെ pH വരുന്നത്. വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ലാക്ടോബാസില്ലി ആൻഡ് അസറ്റിക് ആസിഡ് ബാക്ടീരിയ. ഈ ലാക്ടോബാസില്ലയും അസറ്റിക് ആസിഡ് ബാക്ടീരിയക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. ദർ ഒപ്റ്റിമം pH ഈസ് ബിറ്റ്വീൻ 5.0 ആൻഡ് 6.0. അപ്പോൾ ലാക്ടോബാസില്ലസ് അതുപോലെ തന്നെ അസറ്റിക് ആസിഡ് പോലുള്ള ബാക്ടീരിയയുടെ ഒപ്റ്റിമം pH വരുന്നത് 5.0 ആൻഡ് 6.0 ആണ്. ദെൻ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ദ അപ്രോക്സിമേറ്റ് pH റേഞ്ചസ് ഓഫ് ഡിഫറെൻറ്റ് മൈക്രോബിയൽ ഗ്രൂപ്പ്സ്. ബാക്ടീരിയൻ്റെ അതുപോലെ തന്നെ ഈസ്റ്റ്, മോൾഡ് ഇവരുടെയൊക്കെ മിനിമം, ഒപ്റ്റിമം, മാക്സിമം pH ആണ് ഇവിടെ കൊടുത്തുള്ളത്. ഇപ്പോൾ ബാക്ടീരിയ, ഈസ്റ്റ്, മോൾഡ് ഇവയൊക്കെ വളരാൻ ആവശ്യമായിട്ടുള്ള മിനിമം pH എത്ര, ഒപ്റ്റിമം pH എത്ര, മാക്സിമം pH എത്ര, ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ദെൻ അതുപോലെ തന്നെ ദ അപ്രോപ്രിയേറ്റ് pH റേഞ്ച് ഓഫ് സം കോമൺ ഫുഡ് കമ്മോഡിറ്റീസ്. കോമൺ ആയിട്ട് കാണുന്ന ചില ഫുഡിൻ്റെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള pH റേഞ്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിട്രസ് ഫ്രൂട്ട്, സോഫ്റ്റ് ഡ്രിങ്ക്, ആപ്പിൾ, ബനാന, അങ്ങനെ എക്സെട്ര, മീറ്റ്, വെജിറ്റബിൾ, ഫിഷ്, അങ്ങനെ ഒരുപാട് സംഭവത്തിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വാല്യൂ ഒന്ന് നോക്കിയാൽ മതി. ദെൻ നെക്സ്റ്റ് ഫാക്ടർ, വാട്ടർ ആക്ടിവിറ്റി. ഫുഡ് ആസ് എ സബ്സ്ട്രേറ്റ് ഫോർ മൈക്രോ ഓർഗാനിസം എന്നുള്ള ടോപ്പിക്കിൽ വരുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് വാട്ടർ ആക്ടിവിറ്റി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. വാട്ടർ ഈസ് ഓഫൺ ദ മേജർ കോൺസ്റ്റിറ്റ്വൻറ്റ് ഇൻ ഫുഡ്. ഫുഡിൽ കാണുന്ന പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്വൻ്റ് ആണ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈവൻ റിലേറ്റീവ്ലി ഡ്രൈ ഫുഡ് ലൈക്ക് ബ്രെഡ് ആൻഡ് ചീസ് യൂഷ്വലി കണ്ടെയ്ൻ മോർ ദാൻ 35% ഓഫ് വാട്ടർ. അപ്പോൾ ഡ്രൈ ഫുഡായിട്ടുള്ള ബ്രെഡ്, ചീസ് ഇതിലൊക്കെയും എന്തുണ്ട്, മോർ ദാൻ 35% ഓഫ് വാട്ടർ ഉണ്ട്. ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ ഇൻ എ ഫുഡ് ക്യാൻ ബി മോസ്റ്റ് യൂസ്ഫുള്ളി ഡിസ്ക്രൈബ്ഡ് ഇൻ ടേംസ് ഓഫ് വാട്ടർ ആക്ടിവിറ്റി. അപ്പോൾ ഒരു ഫുഡിലുള്ള വാട്ടറിൻ്റെ ലെവൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ വാട്ടറിൻ്റെ രീതി, നാച്ചുർ എങ്ങനെയെന്ന് നമുക്ക് എന്ത് വെച്ച് കണക്കാക്കാൻ പറ്റും? വാട്ടർ ആക്ടിവിറ്റി വെച്ച് നമുക്ക് കണക്കാക്കാൻ പറ്റും. ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ ഇൻ എ ഫുഡ്. അപ്പോൾ ഒരു ഫുഡിലൊരു വാട്ടർ ഏത് രൂപത്തിലാണ് നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റും? ഡിസ്ക്രൈബ്ഡ് ഇൻ ടേംസ് ഓഫ് വാട്ടർ ആക്ടിവിറ്റി. Water activity of a food is the ratio between the vapor pressure of the food. The ratio between the vapor pressure of the food when in a completely undisturbed balance with the surrounding air and the vapor pressure of pure water under identical condition. വാട്ടർ ആക്ടിവിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് റേഷ്യോ ആണ്. എന്തിൻ്റെയാണ്? വേപ്പർ പ്രഷർ ഓഫ് ദ ഫുഡ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഇൻ കംപ്ലീറ്റ്ലി അൺഡിസ്റ്റർബ്ഡ് ബാലൻസ് വിത്ത് ദ സറൗണ്ടിങ് എയർ ആൻഡ് ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ. വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ അതുപോലെ തന്നെ വേപ്പർ പ്രഷർ ഓഫ് ഫുഡ്, ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ വാട്ടർ ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. വാട്ടർ ആക്ടിവിറ്റി ഈസ് മെഷേർഡ് ആസ് ഇക്വിലിബ്രിയം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ദാറ്റ് ഈസ് ERH, and is given by the formula water activity is equal to ERH by 100. അപ്പോൾ ഇക്വിലിബ്രിയം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വെച്ചിട്ടാണ്, അതിൻ്റെ റേഷ്യോ ആണ്, അതിൻ്റെ പെർസെൻറ്റേജ് ആണ് നമ്മൾ വാട്ടർ ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. Then water activity is an important property that can be used to predict food safety, stability and quality. അപ്പോൾ ഒരു ഫുഡിൻ്റെ സ്റ്റെബിലിറ്റി, സേഫ്റ്റി, ക്വാളിറ്റി ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടറാണ് വാട്ടർ ആക്ടിവിറ്റി. ദ വാരിയസ് അപ്ലിക്കേഷൻസ് ഓഫ് വാട്ടർ ആക്ടിവിറ്റി ഇൻക്ലൂഡ്. ഇനി എന്തൊക്കെയാണ് ഒരു വാട്ടർ ആക്ടിവിറ്റിയുടെ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻറ്റെയിൻ ദ കെമിക്കൽ സ്റ്റെബിലിറ്റി ഓഫ് ഫുഡ്. ഒരു ഫുഡിൻ്റെ കെമിക്കൽ സ്റ്റെബിലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? വാട്ടർ ആക്ടിവിറ്റിയാണ്. മിനിമൈസിങ് ദ നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ് റിയാക്ഷൻ. ചില സമയത്ത് ഫുഡിൽ എൻസൈമാറ്റിക് അല്ലെ നോൺ എൻസൈമാറ്റിക് ബ്രൗൺ റിയാക്ഷൻ നടക്കും. ബ്രൗണിങ് റിയാക്ഷനൊക്കെ എന്ത് ചെയ്യുന്നു? മിനിമൈസ് ചെയ്യുന്നു. ആൻഡ് സ്പോണ്ടേനിയസ് ഓട്ടോ കാറ്റലൈറ്റിക് ലിപ്പിഡ് ഓക്സിഡേഷൻ റിയാക്ഷൻ. അപ്പോൾ നമ്മളുടെ അടുത്തുള്ള ഫുഡിൽ ലിപ്പിഡ് ഉണ്ടെങ്കിൽ ആ ലിപ്പിഡ് ഓക്സിഡേഷൻ റിയാക്ഷൻ, അതായത് ഓട്ടോ കാറ്റലൈറ്റിക് ലിപ്പിഡ് ഓക്സിഡേഷൻ റിയാക്ഷനൊക്കെ എന്ത് ചെയ്യുന്നു? പിന്നെ കൺട്രോൾ ചെയ്യുന്നു. Then the prolonging the desired activity of enzymes and vitamins in the food. അപ്പോൾ ആ ഫുഡിലുണ്ടാകുന്ന എൻസൈംസ്, വൈറ്റമിൻസിൻ്റെ ഒക്കെ പ്രൊലോങ്ഡ് ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. ഒപ്റ്റിമൈസിങ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫുഡ് സച്ച് ആസ് ടെക്സ്ചർ. അപ്പോൾ ഒരു ഫുഡിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള ടെക്സ്ചറൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ
ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ വാട്ടർ ആക്ടിവിറ്റി സഹായിക്കുന്നുണ്ട്. ദ വാട്ടർ ആക്ടിവിറ്റി സ്കെയിൽ എക്സ്റ്റെൻഡ് ഫ്രം 0 to 1.0. 0 എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫുഡിലാണ്, 1.0 പറഞ്ഞാൽ പ്യുവർ വാട്ടറാണ്. ബട്ട് മോസ്റ്റ് ഫുഡ്സ് ഹാവ് എ വാട്ടർ ആക്ടിവിറ്റി ഇൻ ദ റേഞ്ച് ഓഫ് 0.2 ഫോർ വെരി ഡ്രൈ ഫുഡ്. ഇപ്പോൾ ഡ്രൈ ഫുഡിനാണെങ്കിൽ അതിൻ്റെ വാട്ടർ ആക്ടിവിറ്റി എത്ര ആയിരിക്കും? 0.2 ആയിരിക്കും. ദെൻ 0.99 ഈസ് ഫോർ മോയിസ്റ്റ് ഫ്രഷ് ഫുഡ്. ഇപ്പോൾ ഫ്രഷ് ഫുഡ്സിന് എന്തായിരിക്കും? 0.99 ആയിരിക്കും വാട്ടർ ആക്ടിവിറ്റി ഉണ്ടായിരിക്കുക. Based on the regulation, if a food has a water activity value of 0.85 or below, it is considered as a non-hazardous food. അപ്പോൾ ഒരു ഫുഡ് നോൺ ഹസാർഡസ് ആണ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ വാട്ടർ ആക്ടിവിറ്റി എത്ര ആയിരിക്കും? 0.85 അല്ലെങ്കിൽ അതിൻ്റെ താഴെയായിരിക്കും ഉണ്ടായിരിക്കുക. ദിസ് ഈസ് ബിക്കോസ് ബിലോ എ വാട്ടർ ആക്ടിവിറ്റി ഓഫ് 0.91 most bacteria including the pathogens such as Clostridium botulinum cannot grow. അപ്പോൾ എന്താണ്? 0.91 താഴെയുള്ള വാട്ടർ ആക്ടിവിറ്റി ആണെങ്കിൽ ഈ ക്ലോസ്ട്രിഡിയം ബോട്ടിലിനും പോലുള്ള ആൾക്കാർക്കൊന്നും വളരാൻ പറ്റില്ല. ബട്ട് എക്സെപ്റ്റ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് വിച്ച് ക്യാൻ ബി ഇൻഹിബിറ്റഡ് ബൈ വാട്ടർ ആക്ടിവിറ്റി വാല്യൂ ഓഫ് 0.91. അപ്പോൾ ഈ സ്റ്റഫൈലോക്കസ് ഓറിയസിന് 0.91 എന്ന് പറഞ്ഞ വാട്ടർ ആക്ടിവിറ്റി വാല്യൂവിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ കഴിയുന്നു. അണ്ടർ അനേറോബിക് കണ്ടീഷൻ, അനേറോബിക് കണ്ടീഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഇവർ 0.91 എന്ന് പറഞ്ഞ വാട്ടർ ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് അണ്ടർ എയറോബിക് കണ്ടീഷൻ ഇറ്റ് റിക്വയർ എ മിനിമം വാട്ടർ ആക്ടിവിറ്റി വാല്യൂ ഓഫ് 0.86. ഇപ്പോൾ സ്റ്റഫൈലോക്കസ് ഓറിയസിന് എയറോബിക് കണ്ടീഷനിലാണെങ്കിൽ 0.86 വാട്ടർ ആക്ടിവിറ്റി എങ്കിലും വേണം. എന്നാൽ അനേറോബിക് കണ്ടീഷനിലാണെങ്കിൽ 0.91 എന്ന് പറഞ്ഞ വാട്ടർ ആക്ടിവിറ്റി വാല്യൂവിനെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ വാട്ടർ ആക്ടിവിറ്റിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. മോസ്റ്റ് മോൾഡ് ആൻഡ് ഈസ്റ്റ് ക്യാൻ ഗ്രോ അറ്റ് എ മിനിമം വാട്ടർ ആക്ടിവിറ്റി വാല്യൂ ഓഫ് 0.80. അപ്പോൾ ഈ 0.80 എന്ന് പറഞ്ഞ മിനിമം വാട്ടർ ആക്ടിവിറ്റി വാല്യൂവിൽ ആർക്ക് വളരാൻ പറ്റും? മോൾഡ് ഈസ്റ്റിനൊക്കെ വളരാൻ പറ്റും. ദസ് എ ഡ്രൈ ഫുഡ് ലൈക്ക് ബ്രെഡ് ഈസ് ജനറലി സ്പോയിൽഡ് ബൈ മോൾഡ് ആൻഡ് നോട്ട് ബാക്ടീരിയ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബ്രെഡ് പോലുള്ള ചില ഡ്രൈ ഫുഡ് മിക്കതും ഫംഗസ് വഴി എന്തുണ്ടാവുന്നത്? കേടുവരുന്നത്. സ്പോയിൽഡ് ബൈ മോൾഡ് നോട്ട് ബാക്ടീരിയ. അപ്പോൾ ഈ ബ്രെഡ് പോലുള്ള ആൾക്കാർ മിക്കതും കേടുവരുന്നത് ബാക്ടീരിയ വഴിയല്ല, ഫംഗസ് വഴിയാണ് കേടുവരുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് 0.80 വാട്ടർ ആക്ടിവിറ്റി മതി എന്നാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. Then in general, the water activity requirement of microorganisms decreases in the following order. ഇപ്പോൾ ബാക്ടീരിയക്കായിരിക്കും കൂടുതൽ, ഈസ്റ്റിന് അതിലും കുറവായിരിക്കും, മോൾഡിന് അതിലും കുറവായിരിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാട്ടർ ആക്ടിവിറ്റി വേണ്ടത് ബാക്ടീരിയക്കാണ്, അത് കഴിഞ്ഞാൽ ഈസ്റ്റിനാണ്, അത് കഴിഞ്ഞാൽ മോൾഡിനാണ്. ബിലോ 0.60 നോ മൈക്രോബിയൽ ഗ്രോത്ത് ഈസ് പോസിബിൾ. അപ്പോൾ വാട്ടർ ആക്ടിവിറ്റി 0.60 കുറവാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാവില്ല. ദസ് ദ ഡ്രൈ ഫുഡ് ലൈക്ക് മിൽക്ക് പൗഡർ, കുക്കീസ്, ബിസ്ക്കറ്റ്സ് എക്സെട്ര ആർ മോർ ഷെൽഫ് ലൈഫ് ആൻഡ് സേഫ് ആസ് കമ്പയർഡ് ടു മോയിസ്റ്റ് ഓർ സെമി മോയിസ്റ്റ് ഫുഡ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയാൻ കാരണം? ഡ്രൈഡ് ഫുഡായിട്ടുള്ള മിൽക്ക് പൗഡർ, കുക്കീസ്, ബിസ്ക്കറ്റ് ഇതിനൊക്കെ ഷെൽഫ് ലൈഫ് കൂടുതലാണ്. മോയിസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ സെമി മോയിസ്റ്റ് ഫുഡിനെക്കാട്ടി ഷെൽഫ് ലൈഫ് അവർക്ക് കൂടുതലാണ്. ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് വാട്ടർ ആക്ടിവിറ്റി റിക്വയർമെൻറ്റ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡിങ് ദ ഫോളോയിങ് കൈൻഡ് ഓഫ് സൊല്യൂട്ട് ആഡഡ്. അപ്പോൾ എന്തൊക്കെയാണ് പിന്നെ ഒരു വാട്ടർ ആക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഒരു മൈക്രോ ഓർഗാനിസത്തിന് വാട്ടർ ആക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ദ കൈൻഡ് ഓഫ് സൊല്യൂട്ട് ആഡഡ്. അതിലോട്ട് എന്തൊക്കെ സൊല്യൂട്ടാണ് ആഡ് ചെയ്തുള്ളത്? ന്യൂട്രീറ്റീവ് വാല്യൂ ഓഫ് കൾച്ചർ മീഡിയം, കൾച്ചർ മീഡിയത്തിന് ന്യൂട്രീറ്റീവ് വാല്യൂ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ഓക്സിജൻ സപ്ലൈ, pH ഇൻഹിബിറ്റേഴ്സ് എക്സെട്ര. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സാണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ വാട്ടർ ആക്ടിവിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. വാട്ടർ ആക്ട് ആസ് ആൻ എസെൻഷ്യൽ സോൾവെൻറ്റ് ദാറ്റ് ഈസ് നീഡഡ് ഫോർ മോസ്റ്റ് ബയോകെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ മൈക്രോ ഓർഗാനിസത്തിന് മിക്ക ബയോകെമിക്കൽ റിയാക്ഷൻസ് നടക്കണമെങ്കിലും എന്ത് വേണം? വാട്ടർ വേണം. സോ ദ വാട്ടർ ആക്ടിവിറ്റി ഓഫ് ദ ഫുഡ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ സെവറൽ മെത്തേഡ്സ്. ഈ ഒരു ഫുഡിൻ്റെ വാട്ടർ ആക്ടിവിറ്റിയെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫുഡിലുള്ള വാട്ടർ ആക്ടിവിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഏത് മെത്തേഡ് ഉപയോഗിച്ചത്? ബൈ ദ അഡീഷൻ ഓഫ് സൊല്യൂട്ട്സ് ഓർ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ്. ഇനി എങ്ങനെയാണ് ഒരു ഫുഡിലെ വാട്ടർ ആക്ടിവിറ്റി നമ്മൾ റെഡ്യൂസ് ചെയ്യുക? അഡീഷൻ ഓഫ് സൊല്യൂട്ട് ഓർ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ്.
അതുപോലെ തന്നെ കുക്കിംഗ്, അതുപോലെ തന്നെ ഡ്രൈയിങ്, ഡീഹൈഡ്രേഷൻ, എക്സാമ്പിൾ എഗ് പൗഡർ, പാസ്റ്റ, ഇതൊക്കെ അതിൽ വരുന്നതാണ്. അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇപ്പോൾ ഉദാഹരണം പറയാനുള്ള കണ്ടൻസ്ഡ് മിൽക്ക്, വിച്ച് റെസ്ട്രിക്ട് ദ മൈക്രോബിയൽ ഗ്രോത്ത് സോ ആസ് ടു മേക്ക് ദ ഫുഡ് മൈക്രോബയോളജിക്കലി സ്റ്റേബിൾ ആൻഡ് സേഫ്. അപ്പോൾ ചില ഫുഡിലെ വാട്ടർ ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യും, കുറക്കും. ആ കുറക്കാനായിട്ട് നമ്മൾ പല മെത്തേഡ് അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെ വാട്ടർ ആക്ടിവിറ്റി കുറക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഫുഡ് എന്താണ് മൈക്രോബയോളജിക്കലി സ്റ്റേബിൾ ആൻഡ് സേഫായിട്ട് കാണപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. So thank you for watching this video. If you like this video, please share and subscribe. Thank you.